ഇഡ്ഡലി സാമ്പാർ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് എൻ്റെ ബോഡിയിൽ ഉണ്ടാക്കും നോക്കാം. മലയാളിയെ സംബന്ധിച്ച് ഇഡ്ഡലി സാമ്പാർ വൺ ഓഫ് ദി ഹെൽത്തിയസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കാര്യം അത് സ്റ്റീംഡ് ആണ്, അത് ഫെർമെന്റഡ് ആണ്. ഫെർമെന്റേഷൻ വഴി ഒരുപാട് പ്രോബയോട്ടിക്സ് അത് ജനറേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ഹെൽത്തി എന്നുള്ള ഒരു കൺസെപ്ഷനാണ് മെയിൻലി പൊതുവെ എല്ലാവർക്കും ഉള്ളത്. ഫെർമെന്റേഷൻ വഴി ഒരുപാട് പ്രോബയോട്ടിക്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഒരുപാട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അത് വളരെ ബെനിഫിഷ്യൽ ആണെന്നുള്ളത് റീസെന്റ് സ്റ്റഡീസ് ഒരുപാട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഗ്ലൂക്കോസ് സ്പൈക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് 3 ഇഡലിയും അതിൻ്റെ കൂടെ സാമ്പാറുമാണ്. അത് കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ CGM സെൻസർ വഴി ചെക്ക് ചെയ്തിട്ട് എത്രത്തോളം ഗ്ലൂക്കോസ് സ്പൈക്ക് എൻ്റെ ബോഡിയിൽ ഉണ്ടായി നിങ്ങൾക്ക് കാണിച്ചു തരാം. 3 ഇഡലിയും അതിൻ്റെ കൂടെ സാമ്പാറും കഴിച്ച് 1 അവറിന് ശേഷമുള്ള റീഡിങ് ഇതാണ്. അതിൻ്റെ ആദ്യത്തെ സ്പൈക്ക് തന്നെ പോയത് 175 വരെ, ഹയസ്റ്റ് സ്പൈക്ക് പോയത് 175 വരെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് നല്ല രീതിയിൽ ഡ്രോപ്പായി. ഇഡലി കഴിച്ച് 3 മണിക്ക് ശേഷമുള്ള റീഡിംഗ് ആണ് ഈ കാണുന്നത്. ആ ഒരു വലിയ ഹ്യൂജ് സ്പൈക്ക് ശരിക്കും നമ്മുടെ ഹെൽത്തിന് ഒട്ടും ബെനിഫിഷ്യൽ അല്ല. എല്ലാ ദിവസവും ഇതുപോലത്തെ ഹൈ സ്പൈക്ക് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇവൻച്വലി ഒരു 10-20 വർഷമോ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡയബറ്റിക് പേഷ്യൻ്റായി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്ത ഏത് ഫുഡ് ഞാൻ ട്രൈ ചെയ്യണമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക.